ശരി. ശ്രീകുമാർ വലിയൊരു വാഗ്ദാനമാണ് അന്ന് മുനമ്പത്തെ സമരം ചെയ്യുന്ന ജനങ്ങൾക്ക് മുന്നിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ നൽകിയത്. ആ വാഗ്ദാനം എന്ന് പറയുന്നത് UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് സമയമേ വേണ്ടി വരികയുള്ളൂ, മുനമ്പം ജനതയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം എന്ന് പറയുന്നത് എന്താണെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. മുനമ്പത്തെ ഈ ഭൂമി അത് വഖഫ് ഭൂമി അല്ല എന്നുള്ള തീരുമാനമുണ്ടാകും, അത് വഖഫ് ബോർഡിനെ കൊണ്ട് എടുപ്പിക്കും, 10 മിനിറ്റ് കൊണ്ട് ഓർഡറും ഇറങ്ങുമെന്ന്. ആ വാഗ്ദാനം എവിടെ പോയി? ആ ഉറപ്പ് എവിടെ പോയി? നോക്കൂ ശ്രീ മഞ്ജുഷേ, ഇന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടല്ലോ നമ്മളെല്ലാവരും. അദ്ദേഹം അതിൽ പറഞ്ഞ കാര്യം അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു പിടിവള്ളിയായിട്ടാണ് ഇവിടെ ഫാദർ വിശദീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ എന്തുകൊണ്ടാണ് വഖഫ് ബോർഡ് ഈ കാര്യം, അതായത് കൈവശക്കാരൻ മുത്തവല്ലി എന്ന് പറയുന്ന കൈവശക്കാരൻ ഭൂമി നമ്മുടെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം വഖഫ് ബോർഡ് നേരിട്ട് രജിസ്റ്റർ ചെയ്തു. അതൊരു ട്രിബ്യൂണലിന്റെ കാലാവധി അവസാനിക്കാനുള്ള സമയം മെയ് 19 അവസാനിക്കാനുള്ള സമയത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്തു. പുതിയ ട്രൈബ്യൂണൽ വരുന്നത് വരെ ഇത് നീട്ടിക്കൊണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രീ വി.ഡി. സതീശൻ വിശദീകരിച്ചു. അപ്പൊ പരസ്യമായിട്ട് വിശദീകരിക്കണമെന്ന് ശ്രീ ഫാദർ പറയുമ്പോഴേ അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വഖഫ് ബോർഡ് ചെയർമാൻ ശ്രീ KS ഹംസയാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ച് CPM പോയ ആളാണ്. അവിടെ അതൊരു രാഷ്ട്രീയ നിയമനമാണെന്നും അത് ഹംസ പാർട്ടി പരാജയപ്പെടുമ്പോൾ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 10 മിനിറ്റ് എന്നുള്ള ഒരു പദപ്രയോഗം, ഒരു വാക്കുണ്ട്. ഈ 10 മിനിറ്റ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 10 മിനിറ്റ് അല്ല, പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിശദീകരിക്കണമായിരുന്നു. അല്ല, പല തീരുമാനങ്ങളും ഉടൻ തന്നെ എടുത്തുവല്ലോ. അപ്പോൾ ഈ മുനമ്പത്തെ ജനങ്ങളുടെ ഈ ഭൂമി പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ട ഒന്നല്ല എന്നാണോ? ഞാൻ പറഞ്ഞത് മഞ്ജുഷ മനസ്സിലായില്ലേ? 10 മിനിറ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് പരിഹരിക്കാന്നാ ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? 2 ദിവസം 3 ദിവസം എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ഒരു വർഷം കഴിഞ്ഞ് പരിഹരിക്കാം. ഈ കോടതി വ്യവഹാരങ്ങളെല്ലാം കഴിഞ്ഞിട്ടും പരിഹരിക്കാം. നിങ്ങൾ ആ അർത്ഥത്തിലെടുക്കുക. അതായത് നിങ്ങൾ 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ 10 മിനിറ്റ് എന്നല്ല അർത്ഥം. 10 മിനിറ്റ് എന്ന് വെച്ചാൽ സർക്കാർ അധികാരത്തിലെത്തിയാൽ ഇതിനിപ്പോ 10 മിനിറ്റ് സമയമേ വേണ്ടി വരുന്നു. ഒന്ന് ഇരിക്കാനുള്ള സമയം മതി എന്നുള്ളതാണ്. ചെയ്തെടുക്കാൻ 2 ദിവസം പിന്നെ പ്രിന്റ് ചെയ്തെടുക്കാനാണ് ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്തെടുക്കാനാണ് ഓർഡർ. മനസ്സിലാക്കൂ നിങ്ങള്. ഇത് ആദ്യം ഇതില് 2 കാര്യങ്ങളില്ലേ. ഒന്ന്, ഇത് വഖഫ് ബോർഡ് ഇത് പോർട്ടലിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. ആര് രജിസ്റ്റർ ചെയ്തു? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ആ ടൈമിൽ തന്നെ വഖഫ് ബോർഡിന്റെ ചെയർമാനായ ഹംസയുടെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് CPM ബോർഡ്, അതാണ് ഇത് പറഞ്ഞ പച്ച മലയാളത്തിൽ പറഞ്ഞ കഴിഞ്ഞ ഗവൺമെന്റ് നിയമിച്ച ബോർഡാണ് രജിസ്റ്റർ ചെയ്തത്. അത് എന്തിന് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ചോദ്യം. അപ്പൊ ഇവിടെ പറയുന്ന 10 മിനിറ്റ് എന്ന് വെച്ചാൽ ഈ 10 മിനിറ്റത്തിന്റെ അർത്ഥം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അത് മഞ്ജുഷനും അത് ഫാദർ എനിക്ക് എന്താ മനസ്സിലാക്കിയെന്ന് അറിയില്ല. 10 മിനിറ്റ് എന്ന് വെച്ചാൽ അർത്ഥം അറിയാം. രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ എന്താ അറിയാവോ? 1 മണിക്കൂർ എന്നാ. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അന്നത്തെ പ്രതിപക്ഷം എന്ന് വെച്ചാൽ പ്രതിപക്ഷ നിരയിലുള്ള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് 1 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നം എന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പെട്ടെന്ന് പരിഹരിക്കുക. അതൊക്കെ ഇപ്പോഴും ഉണ്ട്, ഞാൻ നുണ പറയുന്നതല്ല. 1 മണിക്കൂർ എന്നാ രമേശ് ചെന്നിത്തല പറഞ്ഞേ. ഒരു സംസാരത്തിൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കുക വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഒരു വാച്ച് എടുത്ത് വെച്ചിട്ട് 1 മിനിറ്റ് കൊണ്ട് 10 മണി തൊട്ട് ഇത്തരത്തിലുള്ള നീക്കം വഖഫ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്നായിരുന്നു സർക്കാർ കരുതിയിരുന്നത്. വഖഫ് ബോർഡിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുമെന്നാണ് പറഞ്ഞത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ. വഖഫ് ബോർഡ് പുതിയ സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാൻ പാടില്ലായിരുന്നു. എന്തർത്ഥത്തിലാണ് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്? ഈ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ മുനമ്പത്തെ ജനങ്ങൾ വിശ്വസിച്ചത് അധികാരത്തിലേറുന്ന സമയത്ത് തന്നെ പരിഹരിക്കുമെന്നാണ്. റെയിലിന്റെ വിജ്ഞാപനം റദ്ദ് ചെയ്തുവല്ലോ അധികാരത്തിലേറിയ ഉടൻ തന്നെ. ഇപ്പോൾ ആലപ്പുഴയിലെ ആ മുൻ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തനം, അതിനെതിരെ നടപടി ഉണ്ടായല്ലോ. ഉടൻ തന്നെ SIT രൂപീകരിച്ചുവല്ലോ. ഇതിനൊക്കെ കാട്ടിയ ആർജവം എന്തുകൊണ്ട് മുനമ്പത്തെ ജനങ്ങളുടെ വിഷയത്തിൽ ഉണ്ടായില്ല? മുനമ്പം പ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് ചീട്ടുകൂടിയായിരുന്നു UDFന്. വലിയൊരു വാഗ്ദാനം അവിടെ നൽകിയത് വഴി വോട്ടുകൾ സമാഹരിക്കാനും കഴിഞ്ഞു. നോക്കൂ മഞ്ജുഷേ, ഞാൻ ഈ ചർച്ചയില് നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ആ മുനമ്പം പ്രശ്നം പരിഹരിക്കാനാ, അല്ലാതെ സതീശന്റെ 10 മിനിറ്റ് പിടിച്ച് തൂങ്ങാനല്ല. ഞാൻ കൃത്യമായിട്ട് പറയുന്നത് വഖഫ് ബോർഡ് CPM ഗവൺമെന്റ് നിയമിച്ച ബോർഡാണ്. ആ ബോർഡ് എടുത്ത തീരുമാനം വി.ഡി. സതീശൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് തെറ്റായിരുന്നു. ഒന്ന്.
രണ്ടാമത്തെ കാര്യം, എന്തിനാണിത് ഇത്ര പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭൂമി പോർട്ടലിലേക്ക് അയച്ചത്? കാരണം ഇവിടെ കേരയിൽ പോലെയോ അല്ലെങ്കിൽ KSRTC പോലെയോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം പോലെ അല്ല. ഇതിൽ 2-3 കേസ് നടപ്പുണ്ട്. സുപ്രീം കോടതി, ഹൈക്കോടതി, ട്രിബ്യൂണല്, അങ്ങനെ ഒരുപാട് കേസുമായിട്ട് ചുറ്റപ്പറ്റി കിടക്കുകയാണ് ഈ സാധനം. അപ്പൊ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മറ്റേ രക്ഷാപ്രവർത്തനത്തിലെ വലിയ തീരുമാനം എടുക്കാൻ പറ്റില്ല. അത് തന്നെയാണ് എല്ലാ സർക്കാരും, ഏത് സർക്കാരായാലും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ വ്യവഹാരങ്ങളൊക്കെ തന്നെയാണ്. അല്ല, ശ്രീകുമാർ, LDF സർക്കാരിന്റെ കാലത്തും അവർ നേരിട്ട പ്രശ്നവും ഇത് തന്നെയായിരുന്നു. പറഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇടപെട്ട ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കണ്ടേ? നിങ്ങൾക്ക് മുൻ സർക്കാർ നേരിട്ടതും ഇതേ വിഷയം തന്നെയായിരുന്നു, ഈ കോടതി വ്യവഹാരങ്ങൾ തന്നെയായിരുന്നു. അന്നും കോടതി വ്യവഹാരം ഉണ്ടായിരുന്നു, ഇന്നും കോടതി വ്യവഹാരമുണ്ട്. പക്ഷേ ഇറസ്പെക്റ്റീവ് ഓഫ് ഇത് അല്ലല്ല, ഈ കോടതി വ്യവഹാരങ്ങൾക്കും ഒക്കെ അപ്പുറം വഖഫ് ബോർഡിനെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതാണ് മുൻപത്തെ ജനങ്ങൾ വിശ്വസിച്ചത്. കോടതി വ്യവഹാരം അനന്തമായി നീണ്ടുകൊണ്ടേയിരിക്കും. മഞ്ജുഷൻ, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയല്ലേ ഞാൻ പറയുന്നത്. ആ ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ്. അന്ന് പ്രതിപക്ഷത്തിരുന്ന ഗവൺമെന്റ് അധികാരത്തിലെത്തിയിട്ട് 4 ദിവസം, അതായത് 4-5 ദിവസം, 18-ാം തീയതി അധികാരത്തെ ഏറ്റെടുത്തിട്ടുള്ളൂ. മന്ത്രിമാരുടെ ആരോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മന്ത്രിമാരുടെ വകുപ്പുകൾ വിഭജിച്ച ശേഷം ആ തീരുമാനം വന്നത് ഇന്നലെയോ മിനിഞ്ഞാന്നോ. ഒരു ഗവൺമെന്റ് ഒന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞതാ, ഞാനൊന്ന് ഇരുന്നിട്ടൊന്ന് ചാരിയിരിക്കട്ടെ, അതിനുള്ള സമയം കൊടുക്കൂ. അതാണ്. അപ്പോഴേക്കും 10 മിനിറ്റ് എന്നോട് ബഹളം വെച്ചിട്ട് കാര്യം. അപ്പൊ അതിൽ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. മാത്രമല്ല, മുനമ്പത്തെ ജനങ്ങളെ കൈവിടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവിടില്ല. അതിന് ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ എറണാകുളത്ത് തന്നെ വേറൊരു പ്രശ്നം ഉണ്ടല്ലോ. ആ പ്രശ്നത്തില് 14 തവണ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വന്ന പോലീസിനെ തിരിച്ചയച്ച ഗവൺമെന്റ് ഈ ആഭ്യന്തരമന്ത്രി ചുമതല ഏറ്റ ദിവസം തന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രാജീവൊക്കെ അവിടെ പോയത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി തന്നെയാണ്. അത് ശരിയാണ്, എന്നുള്ളതാണ്, സംശയമില്ല. താങ്കൾ പറഞ്ഞത് 100% ശരിയാണ്. അത് രാജീവും ബിന്ദുവും ഒക്കെ അവിടെ പോയത് അതിനുവേണ്ടി തന്നെയാണ്, രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. മുൻപ് LDF സർക്കാരിൻ്റെ കാലത്തും ഇതേ കാര്യം നടന്നിരുന്നു. പക്ഷേ അന്നൊന്നും ഈ പ്രശ്നം പരിഹരിക്കാൻ നിന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ വിഷയത്തിൽ, ഈ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ. മുഖ്യമന്ത്രി തന്നെ ഇന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, ആരെയും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുകയില്ല എന്ന്. അത് പക്ഷേ മുനമ്പം പ്രശ്നത്തിൽ കണ്ടില്ല, അത് മറ്റൊരു കാര്യം. ശ്രീത് പണിക്കർ, പ്രശ്നത്തിലല്ലേ പറഞ്ഞത്? അല്ല, ഇത് മുനമ്പം വിഷയത്തിലല്ല, കൈവിടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പക്ഷെ അത് കുടിയൊഴിപ്പിക്കൽ വിഷയം പോലെ അല്ല കേട്ടോ. ശരി, ശ്രീ പണിക്കർ, മുനമ്പത്തെ ജനങ്ങളെ കൈവിടില്ല എന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവിടില്ല എന്ന് തന്നെയാണ്. അതാണ് N ശ്രീകുമാറിന്റെ വാദം. അവിടെ ഈ 10 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചേക്കൂ എന്നാണ്. അല്ല, അതിനുള്ള ആക്ഷൻ പ്ലാൻ എന്താണ് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 10 മിനിറ്റിനുള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് എങ്കിൽ ശ്രീകുമാർ പറഞ്ഞതുപോലെ അത് കൃത്യമായിട്ട് ലിറ്ററൽ സെൻസിലുള്ള 10 മിനിറ്റ് അല്ല, മറിച്ച് അടിയന്തര പ്രാധാന്യത്തോടു കൂടി അത് പരിഹരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ചിലർ 10 മിനിറ്റ് എന്നും ചിലർ 1 മണിക്കൂർ എന്നും ഒക്കെ പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ അവരുടെ കയ്യിൽ ഉണ്ടാകണം. സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ. ആ പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് ശ്രീ VD സതീശൻ പറഞ്ഞിട്ടില്ല. അത് തന്നെയുമല്ല, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.